നിങ്ങളെല്ലാവരും പല പല ഗാലറികൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ടല്ലേ. പക്ഷേ അതിലൊന്നും ഈ പറയുന്ന പോലെ 3D ഇതായിട്ട് നമ്മളെ ഫോട്ടോസൊന്നും കാണാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫയൽസ് ബൈ ഗൂഗിളുണ്ട്, ഫോട്ടോസുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് മടുത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഒരു 3D ഗാലറിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ ഗാലറികളൊക്കെ യൂസ് ചെയ്തവർക്ക് ഇത് ഇഷ്ടമാവും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ ഫോട്ടോസും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്കിവിടെ എല്ലാ ഫോട്ടോസും ഉള്ളതാണ്, അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. ആദ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് കൊടുക്കാൻ പറയും. അത് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ആൾ ഫോട്ടോസിൽ കൊടുത്താൽ മതി. ഇനി ഇവിടെ ഈ സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റൈൽ മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ 3D എന്നൊരു ഇത് കാണാൻ സാധിക്കും. 3 ഡോട്ട്സിൻ്റെ മുന്നേറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, വേറൊരു സ്റ്റൈലിലേക്ക് മാറി. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫോട്ടോസും എടുത്ത് നോക്കാവുന്നതാണ്. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറൊരു സ്റ്റൈല്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ ഞാൻ ബാക്ക് വരെയാണ്. ബാക്ക് വന്നതിന് ശേഷം ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഫോട്ടോസ് സ്ലോ ആയി പോകുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഓപ്ഷനാണ്. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആവുന്നതാണ്. ഇനി ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാമറ ആൾ ഫോട്ടോസ് എന്ന് കാണാൻ സാധിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ആൾ ഫോട്ടോസ് എടുത്താൽ ആൾ ഫോട്ടോസ് വരുന്നതായിരിക്കും. ആൾ ഫോട്ടോസിൻ്റെ ഇതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിരവധി ഓപ്ഷനുണ്ട്. 3D സർക്കിൾ, യൂസർ മാനുവൽ, ഷാഡോ, ഫിൽറ്റർ, ഇങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. ട്രാൻസ്ലേറ്റ് സ്പീഡ്, അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതാണ് ഇതിലുള്ള ഓപ്ഷൻസുകൾ. ഇങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്കാണ് പോയത്. നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കേണ്ടതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ സെറ്റിങ്സ് മാറ്റാനുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് മാറ്റി അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസവും കിട്ടാൻ വേണ്ടി ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗാലറി എന്നാണ്. ഗാലറി എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാകും.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളം നിമിഷങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം. അതുവരേക്കും ബൈ ബൈ.